മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർണനും ശല്യരും തമ്മിലുള്ള സംവാദവും അതിനെ തുടർന്ന് അവരെ രണ്ടുപേരെയും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദുര്യോധനാദികൾ പ്രയത്നിക്കുകയും ചെയ്തതുവരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് 17-ാം ദിവസത്തെ യുദ്ധമാണ്. ഈ 17-ാം ദിവസത്തെ യുദ്ധത്തിൽ കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ശകുനി, ദുശാസനൻ തുടങ്ങിയ മഹാരഥന്മാരെല്ലാം നേരത്തെ തന്നെ പോർക്കളത്തിൽ എത്തിയിരുന്നു. സൈന്യങ്ങളെ വ്യൂഹബന്ധനവും ചെയ്തു കഴിഞ്ഞു. എല്ലാവരും കർണന്റെ വരവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശല്യർ തെളിക്കുന്ന രഥത്തിൽ കർണൻ രണാങ്കണത്തിൽ എത്തിയത്. ആദിത്യനും അഗ്നിയും ഒരേ മേഘത്തിൽ കയറി വരുന്നത് പോലെയുള്ള അവരുടെ വരവ് കണ്ട് കൗരവ സൈന്യം ആർത്തു വിളിച്ചു. അന്ന് കൗരവർ ചമച്ചത് ബാർഹസ്പത്യ വ്യൂഹമായിരുന്നു. പാരാവാരം പോലെ കിടക്കുന്ന സൈന്യം അണിയണിയായി നിൽക്കുകയും മഹാരഥന്മാരായ കൗരവ പ്രമാണിമാർ മർമ്മ പ്രധാന സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. കർണന്റെ കണ്ണുകൾ അർജുനനെ തിരഞ്ഞുകൊണ്ട് പാണ്ഡവ സൈന്യ നിരയിൽ ഓടി നടന്നു. സാത്വികി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, നകുല സഹദേവന്മാർ, യുധിഷ്ഠിരൻ തുടങ്ങിയവരെല്ലാം പാണ്ഡവ നിരയിലുണ്ട്. പെട്ടെന്ന് കൃഷ്ണാർജുന രഥം ഒരു മിന്നൽ പിണർ പോലെ പാണ്ഡവ സൈന്യത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ ശല്യർ കൃഷ്ണാർജുനന്മാരെ കർണന് കാട്ടിക്കൊടുത്തു. അവരോടൊപ്പം അവരുടെ അജയ്യമായ വീര്യത്തെ പറ്റി കർണനോട് വീണ്ടും പറയുകയും ചെയ്തു. യുധിഷ്ഠിരൻ അർജുനന്റെ അടുത്തെത്തി കൗരവർ ചമച്ച വ്യൂഹത്തെ പറ്റി സംസാരിച്ചു. അതൊന്നും സാരമില്ലെന്നും കർണനെ താൻ വധിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് വിജയൻ യുധിഷ്ഠിരന് ധൈര്യം പകർന്നു. ഇരുപക്ഷവും ഭയങ്കരമായ യുദ്ധം നടത്തി. ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ കർണനെ എതിരിട്ടു. അനിതര സാധാരണമായ പാടവത്തോടെയാണ് യുധിഷ്ഠിരൻ കർണനോട് പൊരുതിയത്. നീ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് വിദ്വേഷം വളർത്താൻ തുടങ്ങിയിട്ട് വളരെ കാലമായല്ലോ. ഇന്നു നിന്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുധിഷ്ഠിരൻ കർണനോട് പോരാടിയത്. രണ്ടുപേരും ഒരേ നിലയിൽ യുദ്ധം ചെയ്തു. എന്നാൽ യുധിഷ്ഠിരൻ അതിക്രൂരവും വജ്രസമാനവുമായ 2 അമ്പുകൾ വില്ലിൽ തൊടുത്ത് കർണന്റെ നേരെ അയച്ചു. അത് കർണന്റെ വയറിന്റെ ഇടതുഭാഗത്ത് തന്നെ കൊണ്ടു. കർണൻ മോഹാലസ്യത്തിൽ പെട്ടു. കർണന്റെ വീഴ്ച ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവ സൈന്യത്തെ നടുക്കി. കർണനെ വീഴ്ത്തിക്കഴിഞ്ഞ് യുധിഷ്ഠിരൻ അല്പം വിശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കർണൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന് അലറിപ്പാഞ്ഞ് യുധിഷ്ഠിരനോട് എതിരിട്ടു. മുറിവേറ്റ പുലിയെ പോലെ ചീറിപ്പാഞ്ഞ അവൻ ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരനെ വിരഥനാക്കി. യുധിഷ്ഠിരൻ വിരഥനായി, നിരായുധനായി, വിഷണ്ണനായി കർണന്റെ മുമ്പിൽ നിന്ന് ഗത്യന്തരമില്ലാതെ അദ്ദേഹം പിരിഞ്ഞു. കർണൻ ഉടൻ തന്നെ തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിച്ചെന്ന് യുധിഷ്ഠിരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്താണിത്? അങ്ങ് പിന്തിരിഞ്ഞു ഓടുന്നു. ഉത്തമ വംശത്തിൽ പിറന്ന ക്ഷത്രിയരാരും യുദ്ധക്കളത്തിൽ നിന്ന് ഒളിക്കാറില്ല. അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. എങ്കിലും വല്ലയിടത്തും പോയി തപസ്സോ വല്ലോ ചെയ്യുന്നതാണ് അങ്ങയ്ക്ക് നല്ലത്. അപമാനിതനായ യുധിഷ്ഠിരൻ ഒന്നും പറയാതെ ഒരു യോദ്ധാവിന്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. അതിനുശേഷം ഭീമൻ നേരിട്ട് എന്ന് കർണനോട് യുദ്ധം ആരംഭിച്ചു. എന്നാൽ ഭീമനുമായി ഏറ്റുമുട്ടുമ്പോൾ അർജുനൻ അവിടേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ ഭീമനോട് ഏറ്റുമുട്ടാൻ കർണനും തീരുമാനിച്ചു. ഭീമന്റെ വജ്രസമാനമായ അമ്പുകൾ തട്ടി നീക്കി ഭീമനെ കർണൻ ശരങ്ങൾ കൊണ്ട് മൂടി. ഭീമൻ അയച്ച 2 അമ്പുകൾ കർണന്റെ മാറിൽ കൊണ്ടു. വീണ്ടും കർണൻ മോഹാലസ്യപ്പെട്ടു വീണു. ഉടനെ ശല്യർ രഥം പിന്നിലേക്ക് ഓടിച്ചുപോയി. ഭീമൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. കൗരവ സേനയിലേക്ക് ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ ഏച്ചു. കൗരവ സൈന്യം അങ്കലാപ്പിലായി 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറി. ഉടനെ ദുര്യോധനൻ തന്റെ 15 സഹോദരന്മാരെ ഭീമനോട് എതിർക്കാൻ നിയോഗിച്ചു. അവർ ഭീമനോട് ഏറ്റുമുട്ടി. ഭീമൻ സന്തോഷിച്ചു. ധാർത്തരാഷ്ട്രന്മാരിൽ 3 പേരെ ഭീമൻ വധിച്ചു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഈ സമയം അശ്വത്ഥാമാവും യുധിഷ്ഠിരനും ഏറ്റുമുട്ടി. ഈ അവസരത്തിൽ സാത്വികയും പാഞ്ചാലിപുത്രന്മാരും രംഗത്ത് വന്ന് അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. ക്രുദ്ധനായ അശ്വത്ഥാമാവ്
സാത്വികയുടെ സൂതനെ കൊന്നു. അപ്പോൾ കുതിരകൾ രഥം വലിച്ചുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നീ ബ്രാഹ്മണ ആഭാസനാണ്. നീ ആർക്കു വേണ്ടിയാണ് ബ്രാഹ്മണ പ്രവൃത്തി ഉപേക്ഷിച്ച് ക്ഷത്രിയ വൃത്തി ആ യുദ്ധം ചെയ്യുന്നത്? ഈ കൗരവരെ മുഴുവൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നത് കണ്ടോളൂ. യുധിഷ്ഠിരൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി ദ്രൗണി മൗനം അവലംബിച്ചു. ഈ സമയം ദുര്യോധനൻ തന്റെ സൈനികരെ ആഹ്വാനം ചെയ്ത് സംസാരിച്ചു. സൈന്യങ്ങൾ ഉത്തേജിതരായി. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠരായി തീർന്ന എന്റെ പിതാവിനെ വെട്ടിക്കൊന്ന നീചഘാതകനായ ദുഷ്ടദ്യുമ്നെ കൊല്ലുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. പാഞ്ചാലനെ കൊന്നല്ലാതെ ഞാൻ ചട്ട അഴിക്കുന്നതല്ല. സത്യം, പിഴച്ചുപോയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. ഭീമനായാലും അർജുനായാലും എന്നെ എതിർക്കുന്നവരെ ഞാൻ വധിക്കുന്നതാണ്. കൗരവപ്പട ആവേശഭരിതരായി. ഇതിനിടയ്ക്ക് ദ്രൗണിയും ദുഷ്ടദ്യുമ്നും തമ്മിൽ ഏറ്റുമുട്ടി. ദ്രൗണി പറഞ്ഞു, ദുഷ്ട പാഞ്ചാല, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഇന്ന് ഞാൻ മൃത്യുവിനിടയാക്കും. ഗുരുവിനെ കൊന്ന പാപിയാണ് നീ. നിന്നെ ഞാൻ വിടുകയില്ല. എന്നെ വിട്ട് ഓടാതിരിക്കുമെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ട ദൃഷ്ടദ്യുമ്നൻ ഒട്ടും പരിഭ്രമിച്ചില്ല. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ബ്രാഹ്മണാഭാസനായ ദ്രോണനെ ഞാൻ കൊന്നത് കേവലം ധർമ്മമാണ്. നിന്റെ അച്ഛന്റെ തല കൊയ്ത വാള് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ തലയും ഞാൻ കൊയ്യും. അവർ യുദ്ധം ആരംഭിച്ചു. താമസിക്കാതെ ദ്രൗണി ദുഷ്ടദ്യുമ്നെ വിരഥനാക്കി. ഈ വിരഥനാക്കുക എന്ന് പറഞ്ഞാൽ രഥമില്ലാത്തവനാക്കുന്നു എന്നാണ് അർത്ഥം. അതായത് സൂതൻ, കുതിരകൾ, രഥം ഇതൊക്കെ നശിപ്പിച്ചു കഴിയുമ്പോൾ വിരഥനാകും. അതാണ് വിരഥനാക്കി എന്ന് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട പാർഷദൻ പടക്കളത്തിൽ നിന്ന് ഓടി. ദ്രൗണി ദൃഷ്ടദ്യുമ്ന്റെ പിന്നാലെ കുതിച്ചു. പാമ്പിനെ പിടിക്കാൻ പറക്കുന്ന ഗരുഡനെ പോലെ എത്തി ദൃഷ്ടദ്യുമ്നെ പിടികൂടി. പോർക്കളത്തിൽ മറ്റൊരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണാർജുനന്മാർ ദ്രൗണി ദൃഷ്ടദ്യുമ്നെ വെട്ടാൻ തുടങ്ങുന്നത് കണ്ടു. ക്ഷണനേരം കൊണ്ട് അർജുനന്റെ അസ്ത്രം ദ്രൗണിയുടെ മാറിൽ കൊണ്ടു. ഉടൻ ദ്രൗണി പാഞ്ചാലിനെ വിട്ട് തന്റെ രഥത്തിൽ കയറി. ക്ഷണനേരം കൊണ്ട് അർജുനന്റെ ബാണമേറ്റ് അവൻ മോഹാലസ്യപ്പെട്ടു. അവന്റെ സൂതൻ തേരി പിന്നിലേക്ക് കൊണ്ടുപോയി. ഈ സമയം സഹദേവൻ ദുഷ്ടദ്യുമ്നെ രഥത്തിൽ കയറ്റി പൊയ്ക്കഴിഞ്ഞു. ഇതിനിടയ്ക്ക് യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിൽ രണ്ടുപേരും ഭയങ്കരമായി യുദ്ധം ചെയ്തെങ്കിലും ദുര്യോധനൻ ദുഷ്ടദ്യുമ്നന്റെ അമ്പേറ്റ് അവശനായി. ഇത് കണ്ട് ക്രുദ്ധനായ കർണൻ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കർണന്റെ 2 ബാണങ്ങൾ യുധിഷ്ഠിരന്റെ മേൽ തറച്ചു. യുധിഷ്ഠിരൻ അവശനായി തേരിലിരുന്നു. രഥം തിരിച്ചുവിടാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. തേർ തിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മഹാരാജാവിനെ പിടിക്കുവിൻ, മഹാരാജാവിനെ പിടിക്കുവിൻ എന്ന കർണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് കൗരവപ്പട യുധിഷ്ഠിരന്റെ രഥത്തെ തടഞ്ഞു. കേകയരും പാഞ്ചാലരും ഇത് കണ്ട് ഓടിയെത്തി കൗരവ സൈന്യത്തോടെ ഏറ്റുമുട്ടി. കർണന്റെ തീക്ഷ്ണമായ ബാണങ്ങളെ അതിജീവിക്കാൻ പാണ്ഡവർക്ക് കഴിഞ്ഞില്ല. നകുല സഹദേവന്മാർ ജ്യേഷ്ഠന്റെ സഹായത്തിനെത്തി. അവർക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ ആയില്ല. കർണൻ യുധിഷ്ഠിരന്റെ കുതിരകളെ കൊന്ന് രഥവും തകർത്തു. അതോടൊപ്പം നകുലന്റെ കുതിരകളെയും കൊന്നു. യുധിഷ്ഠിരനും നകുലനും സഹദേവന്റെ തേരിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ കർണൻ വീണ്ടും അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെയും നകുല സഹദേവന്മാരെയും കൊല്ലാനാണ് കർണൻ ശ്രമിക്കുന്നതെന്ന് ശല്യർ സംശയിച്ചു. അദ്ദേഹത്തിന് അവരോട് അലിവ് തോന്നി. നകുല സഹദേവന്മാർ ശല്യരുടെ സഹോദരി മാദ്രിയുടെ പുത്രന്മാരാണല്ലോ. അപ്പോൾ ശല്യർ പറഞ്ഞു, കർണ, നീ എന്തിനാണ് യുധിഷ്ഠിരനോടും മാദ്രിപുത്രന്മാരോടും ഇത്രമാത്രം ചൊടിക്കുന്നത്? നിന്റെ യഥാർത്ഥ ശത്രു നീ കേൾക്കുന്നില്ലേ? അവർ ദുര്യോധനോട് ഏറ്റുമുട്ടുകയാണ്. യുധാമന്യുവും ഉത്തമൗജസ്സും സാത്വികിയും ദുഷ്ടദ്യുമ്നും ഭീമനും ഒക്കെ അവന്റെ കൂടെ ഉണ്ട്. നീ ഉടനെ പോയി കൗരവ രാജാവിനെ രക്ഷിച്ചില്ലെങ്കിൽ അവരെ എല്ലാം കൂടി അവനെ കൊല്ലും. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാദ്രേയന്മാരെയോ ധർമ്മരാജാവിനെയോ കൊന്നിട്ട് എന്ത് കാര്യം? ശല്യർ പറഞ്ഞത് ശരിയാണെന്ന് കർണന് തോന്നി. യുദ്ധക്കളത്തിൽ കുറച്ചകലെയായി ഘോരമായ യുദ്ധം നടക്കുന്നത് കണ്ടു. ഗാന്ധീവത്തിന്റെ ഞാണൊലി, ഭീമന്റെ സിംഹഗർജനം. അവിടേക്ക് തേർ നയിക്കാൻ കർണർ ശല്യരോട് ആവശ്യപ്പെട്ടു. ശല്യർ കർണരഥം അവിടേക്ക് തിരിച്ചുവിട്ടു. 17-ാം ദിവസത്തെ യുദ്ധം
അതിഗംഭീരമായിട്ട് ഇരു കൂട്ടരും പോർക്കളത്തിൽ ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം.